UAE എല്ലാ പള്ളികളിലും നാളെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അറബിയിൽ സലാത്തുൽ ഇസ്തിസ്ക എന്നറിയപ്പെടുന്ന പ്രത്യേക പ്രാർത്ഥന വെള്ളിയാഴ്ച നടക്കുന്ന ജുമഅക്ക് അരമണിക്കൂർ മുമ്പാണ് നിർവഹിക്കുന്നത്. രാജ്യത്തിന് മഴയും കാരുണ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് ഇതിൽ പ്രാർത്ഥിക്കുന്നത്. കറണ്ട് ബില്ല് കുറയ്ക്കാനും ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി സ്മാർട്ട് ലിവിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അയൽക്കാരെ അപേക്ഷിച്ച് തങ്ങൾ വൈദ്യുതിയും വെള്ളവും ഉപയോഗിക്കുന്നത് കൂടുതലോ കുറവോ എന്ന് അറിയാൻ കഴിയും. വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ഉപഭോഗം എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഇത് നൽകുന്നതായിരിക്കും. ദുബായിൽ ട്രാക്ലെസ് ട്രാം സംവിധാനം ഉടൻ നടപ്പിലാകും. ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം അടുത്ത വർഷം മധ്യത്തോടെ പൂർത്തിയാകുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിലും ദുബായിയുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ പിന്തുണയ്ക്കുന്നതിലും ട്രാക്ക് ചെയ്ത ട്രാമുകൾ നിർണായക പങ്ക് വഹിക്കും. ഡ്രൈവറില്ലാത്ത പരിസ്ഥിതി സൗഹൃദമായ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ട്രാക്ലെസ് ട്രാം സംവിധാനം ദുബായ് മെട്രോയുമായി ബന്ധിപ്പിക്കും. 2030 ആകെ ഗതാഗതത്തിൻ്റെ 25% ഇത്തരത്തിലുള്ള ട്രാമുകളായിരിക്കുമെന്നാണ് നിഗമനം. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെന്റ് സീസൺ 2 വരുന്ന 19-20 തീയതികളിൽ ദുബായ് മൊഹസിനയിലെ ന്യൂ ഡൗൺ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇതോടനുബന്ധിച്ച് നടന്ന ബ്രോഷർ പ്രകാശനം ചാനൽ 5+ ചീഫ് എഡിറ്റർ നാസർ ബേപ്പു ടൂർണമെന്റ് കൺവീനർ ഷഫീർ മദിലകത്തിന് നൽകി പ്രകാശനം ചെയ്തു. വോളിബോൾ മേഖലയിലുള്ള എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. UAE പ്രവാസി വോളിബോൾ കൂട്ടായ്മയുടെ സീസൺ 2 ഇന്റർനാഷണൽ വോളിബോൾ മാസ്റ്റേഴ്സ് ടൂർണമെന്റ് ഈ മാസം ഒക്ടോബർ 18-19 തീയതികളിൽ നടക്കപ്പെടുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരാണ് പങ്കെടുക്കുന്നത്. ഇറാൻ, ഇന്ത്യ, ഫിലിപ്പൈൻസ്, ഇമാറാത്ത്, സിറിയ, ലെബനോൻ, ഇവിടുന്നുള്ള എല്ലാ കളിക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. UAE നടക്കുന്ന ഏറ്റവും വലിയ ഒരു മാസ്റ്റേഴ്സ് ടൂർണമെൻ്റാണ് UAE മാസ്റ്റേഴ്സ് വോളി ഗ്രൂപ്പ് നടത്തുന്നത്. ഈ രണ്ടാം സീസണിലേക്ക് UAE എല്ലാ വോളിബോൾ പ്രേമികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി സഗീർ മുഹമ്മദ്, മീഡിയ കൺവീനർ ബാബു പീതാംബരൻ, മമ്മൂസ് എസ്പോർട്സ് ഉടമ EO നാസർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.